എന്നാണ്, ഏറ്റവും ക്രൂരമായ സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് സത്യഭാമ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതൊന്നും സാരമില്ല, ഇവന് ഇതൊക്കെ പറയുക. വേദനിപ്പിക്കണമെന്നോ അധിക്ഷേപിക്കണമെന്നോ ഉള്ള ഉദ്ദേശത്തോടെ അല്ല അഭിമുഖം നൽകിയതെന്നും സത്യഭാമ ഫേസ്ബുക്കിൽ വ്യക്തമാക്കുന്നു. നേരത്തെ പറഞ്ഞത് അവർ മോഹിനിയാട്ടം ആടുമ്പോൾ കാല് കവച്ചു വെച്ച് നൃത്തം ചെയ്യുന്നതിന് ഭംഗിയില്ല എന്നും മോഹിനിയാണ് മോഹിനിയാട്ടം ആടേണ്ടത് എന്നുമൊക്കെ പറയുന്നത് വിവേചനം തന്നെയല്ല. വേദിയിൽ മോഹിനിയാട്ടം കളിക്കുകയാണെങ്കിൽ അയാളുടെ മുഖത്തെ ചലനങ്ങളൊക്കെ നോക്കിയിരുന്നാൽ പോരെ, അല്ലെങ്കിൽ കൈയുടെയും കാലിൻ്റെയും ദ്രുത ചലനങ്ങൾ നോക്കിയാൽ പോരെ. ഇവർ കാലിൻ്റെ അടി കയറി നോക്കണം എന്തിനാ? വൃത്തികെട്ട സ്ത്രീ. ജോവധം ചെയ്തു അവരെന്നെ വീട്ടിൽ വന്നു, എൻ്റെ അമ്മയ്ക്ക് വരെ പറഞ്ഞു. അപ്പോഴോ അപ്പോൾ അത് ചാനലുകാർക്ക് ചെയ്യാവുന്നതാണോ? അപ്പോൾ ഞാൻ പിന്നെ മോഹിനിയാട്ടത്തിനെ കുറിച്ച്, ആൺകുട്ടികൾ കളിക്കുന്നതിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ട് എന്താ സ്വാതന്ത്ര്യമില്ലേ? എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല തന്നെ. എന്നുള്ള നിലയ്ക്ക് ഞാൻ 45 വർഷമായിട്ട് ഈ ഫീൽഡിലുള്ള ആളാണ്. ഇവരൊക്കെ അധ്യാപകൻ എന്ന് പറയുന്നത്, ഇവരൊക്കെ അധ്യാപകൻ ആര് പറയുന്നത്? ഇവരൊക്കെ പിടിച്ച് ഉളം പാറയിലും കുട്ടിയോട്ടത്താണ് ഇടേണ്ടത്. എനിക്ക് തോന്നുന്നത് ഇവര് അവരുടെ മുടി കറുപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം 10-65 വയസ്സുണ്ടെന്നാണ് എന്റെ അറിവ്. അപ്പൊ ഇവർ കറുപ്പിനോട് വെറുപ്പൊന്നുമില്ല അല്ലേ? അപ്പൊ അവർ കറുപ്പില്ല, ഇവരുടെ ധിക്കാരമാണിത്. ശരിയായ ധിക്കാരാണ്. ഞാനൊരു കറുത്ത ആളാ, വേറെ ക്ഷമിക്കണം. അവളെ വിട്ടുവന്ന എന്റെ കുണ്ടി അവളുടെ മോഹത്താവിന്റെ നാമത്തിൽ ബാക്കി പറയരുത്. സത്യഭാമ ടീച്ചർക്ക് പറഞ്ഞതിലൊരു അപാകത ഉണ്ടെന്ന് ഞാൻ ഇതൊരു കുടുംബ പ്രശ്നവും ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം നിങ്ങൾക്കുമില്ല. ഈ രാജ്യത്തെ ഒരു മനുഷ്യനെയും വംശീയമായിട്ട് അധിക്ഷേപിക്കാനുള്ള അവകാശം. ഒരു ഗുണ്ടെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് വേണം. ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് അത്രയും കുറച്ചടി ഉണ്ടാ മതിയല്ലോ. മല്ലയാ, ഞാൻ പോവേണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്നും കിട്ടി ഇവിടുന്നും കിട്ടി.